ആദ്യമായി പറയാൻ പോകുന്ന സിനിമയാണ് വാലൻസ് ഡേ ദിനത്തിൽ സമ്മാനമായി OTTയിൽ വന്ന SRK അഭിനയിച്ച ക്രിസ്മസ് ദിനത്തിൽ കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്കെത്തിയ ഡെങ്കി എന്ന ചിത്രം. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ 14-ാം തീയതി OTT റിലീസ് ചെയ്തിരുന്നു. അടുത്തതായി നോക്കാൻ പോകുന്ന സിനിമയാണ് തെലുങ്കിൽ നിന്ന് റീമേക്ക് ചെയ്ത നാൻസാമി റംഗ എന്ന ചിത്രമാണ്. ഈ ചിത്രം ഫെബ്രുവരി 18-ാം തീയതി തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിൽ OTT പ്രതീക്ഷിക്കാം. അടുത്തതായി നോക്കാൻ പോകുന്നത് ഇന്ത്യൻ വമ്പൻ ചിത്രമായ സലാർ എന്ന ചിത്രമാണ്. പ്രഭാസ് പ്രധാന വേഷം കൈവരിച്ച ഈ ചിത്രം നേരത്തെ തന്നെ മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ തുടങ്ങിയ ഭാഷകളിൽ OTT പതിപ്പുകൾ വന്നിരുന്നു. ഇപ്പോൾ ഹിന്ദി ഭാഷയിൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ ഫെബ്രുവരി 16-ന് OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഹിന്ദിയിൽ നിന്ന് ദ കേരള സ്റ്റോറി എന്ന ചിത്രമാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തി വലിയ വിവാദങ്ങൾ ഉണ്ടായ ഈ സിനിമ ഫെബ്രുവരി 16-ന് ZEE5-ലൂടെ മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങിയ ഭാഷകളിൽ മൾട്ടി ഓഡിയോയായി OTT ലഭിക്കുന്നതാണ്. നോക്കാൻ പോകുന്നത് ഇനി വരും ദിനങ്ങളിൽ OTT ലഭിക്കുന്ന ചിത്രങ്ങളാണ്. ഒന്നാമതായി പറയാൻ പോകുന്നത് കഴിഞ്ഞ മാസം തിയേറ്ററിലേക്കെത്തിയ ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ചിത്രമായ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രമാണ്. ലിജോ ജോസ് സംവിധാനം ചെയ്ത ലാലേട്ടൻ പ്രധാന വേഷം അഭിനയിച്ച ഈ ചിത്രം മാർച്ച് മാസം ആദ്യ ആഴ്ച OTT വരുമെന്നാണ് പുതിയ അപ്ഡേറ്റ്. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് മാസം 1-ാം തീയതി മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ OTT പ്രതീക്ഷിക്കാം. അടുത്തതായി വാട്സ്ആപ്പ് എന്ന ചിത്രമാണ്. ഫെബ്രുവരി 21-ന് OTT സാധ്യതകൾ പറയുന്നു. ഇതിനെക്കുറിച്ച് പുതിയ അപ്ഡേറ്റ്സ് അറിയുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓണാക്കി വയ്ക്കുക. അപ്പോൾ നമ്മളിടുന്ന ഇതുപോലത്തെ പുത്തൻ സിനിമകളുടെ OTT റിലീസുകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്നത് പ്രേമാലു എന്ന ചിത്രമാണ്. ഇതിൻ്റെ OTT അവകാശം സ്വന്തമാക്കിയത് ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്ന പ്ലാറ്റ്ഫോം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ OTT റിലീസ് മാർച്ച് മാസം അവസാനം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി ടൊവിനോ പോലീസ് വേഷത്തിൽ പ്രധാന വേഷം കൈവരിച്ച അന്വേഷിപ്പേം കണ്ടെത്തൂ എന്ന സിനിമയാണ്. ഈ ചിത്രം OTT അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുപോലത്തെയുള്ള പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സ് അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.